നോയൽ, ഇതിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഈ മന്ത്രിസ്ഥാനത്ത് തുടരുകയോ അല്ലാതിരിക്കുകയോ ചെയ്താൽ പോലും നിലവിൽ എങ്ങനെയാണോ ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ച മന്ത്രിക്ക് അനുകൂലമായി ക്ലീൻ ചിറ്റ് കൊടുത്തത്, സമാനമായൊരു അന്വേഷണമല്ലേ ഉണ്ടാവുക? മന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണമല്ലാതെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് മറ്റെന്തെങ്കിലും ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ഈ കേസ് അന്വേഷണം ഏൽപ്പിക്കണമെന്ന് പറയുമ്പോഴും കേരള പോലീസിന് പുറത്തുനിന്നൊരു ഏജൻസി അന്വേഷിക്കുന്നതല്ലേ ഇതിൽ കൂടുതൽ അന്വേഷണത്തിന് സത്യസന്ധത കൊണ്ടുവരാൻ സാധിക്കൂ? നോയൽ, കേട്ടില്ല ഒന്നുകൂടെ. നോയൽ കേട്ടിരുന്നോ? ഹലോ അരുൺ, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാവോ? അതായത് കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരു ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ടോ ഈ കേസിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരാനും നീതിയുക്തമായ രീതിയിൽ അന്വേഷണം നടക്കാനും? തീർച്ചയായും നമുക്കറിയാം, ഈ പറയുന്ന കേരളത്തിലെ ഒരു മന്ത്രി, കേരളത്തിലെ ഒരു റൂളിംഗ് പാർട്ടിയുടെ നേതാവ്, MLA, ഇദ്ദേഹത്തിനെതിരെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ നേരത്തെ നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തിയ രീതിയിലുള്ള ഒരു അന്വേഷണം മാത്രമേ ഇതിനകത്ത് ഇനിയും നടക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ CBI പോലെ ഒരു സെൻട്രൽ ഏജൻസി ഈ കേസ് അന്വേഷിക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിനകത്ത് നോക്കൂ, നേരത്തെ നടന്ന ഇൻവെസ്റ്റിഗേഷന്റെ അകത്ത് സാധാരണഗതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ആൻഡ് ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടില്ല. ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടില്ല. ഇതിനകത്തുള്ള പ്രതി ഒരു ഉന്നതനായ വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വോയിസ് സാമ്പിൾ എടുക്കാനോ ക്വസ്റ്റ്യന്റെ വോയിസ് എടുക്കാനോ അതിനകത്ത് വോയിസ് സ്പെക്ട്രോഗ്രഫിക്ക് വിടാനോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തയ്യാറായിട്ടില്ല. വിത്തൌട്ട് ആൻ FSL റിപ്പോർട്ടാണ് ഈ ഫൈനൽ റിപ്പോർട്ട്, റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. തീർത്തും ലാക്കഡീസിക്കൽ മാനറിലാണ് ഈ കേസിന്റെ അന്വേഷണം നടന്നത്. അതിനകത്ത് 1 മുതൽ 5 വരെയുള്ള സാക്ഷികളുടെ മൊഴി പരിഗണിച്ചതേയില്ല കോടതി മുമ്പാകെ ഫയൽ ചെയ്തതിനകത്ത്. ബാക്കി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അക്യൂസ്ഡിന്റെ ഹെഞ്ച്മെൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കേഡേഴ്സിന്റെ മൊഴി മാത്രം എടുത്തു. അദ്ദേഹത്തിന്റെ കേഡേഴ്സിന്റെ മൊഴി സ്വാഭാവികമായിട്ടും ഇതിനകത്ത് അദ്ദേഹത്തിന് അനുകൂലമായിരിക്കും. അവരുടെ മൊഴി മാത്രം എടുത്തുകൊണ്ടാണ് ഈ കേസ് റെഫർ ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് കോടതി മുമ്പാകെ ഫയൽ ചെയ്തിരിക്കുന്നത്. ആ റെഫർ റിപ്പോർട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സെറ്റസൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടക്കണമെങ്കിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ നടക്കില്ല എന്നുള്ളതാണ്. Debate with Dr. Arun Kumar.